وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. صلى الله وسلم عليك يا رسول الله، صلى الله وسلم عليك يا حبيب الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا حبيب الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من ثقلت موازينه فهو في عيشة راضية، وأما من خفت موازينه فأمه هاوية، وما أدراك ما هي، نار حامية. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وكالصراط وكالميزان معدلة، فالقسط من غيرها في الناس لم يقم. لا تعجبا لحسود راح ينكرها تجاهلا وهو عين الحاذق الفهم. كتنكر العين ضوء الشمس من رمدي، وينكر الفم طعم الماء من سقمي. يا خير من يمم العافون ساحته، سعيا وفوق متون الليل قرسمي. ومن هو الآية الكبرى لمعتبري، ومن هو النعمة العظمى لمغتنمي. سريت من حرم ليلا إلى حرمي، كما سرى البدر في داج من الظلم. مولاي صل وسلم دائما أبدا
ആലം ഉമ്മത്ത് സയ്യിദന ഓ മൗലാന മുഹമ്മദ്. ആദരണീയരായ സയ്യിദ് അവർകൾ, മറ്റു പണ്ഡിതന്മാർ, സദസ്സിലെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാര്, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള ഉമ്മപെങ്ങന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാൻ വേണ്ടി ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി വികാരാർദ്രമായ ഭാഷയിൽ എഴുതിയ ഖസീദത്തുൽ ബുർദയിലെ വരികളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മഹത്വം കൊണ്ട് രണ്ടു ലോകത്തും നമ്മെ സലാമത്താക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഹബീബ്, ആ ഹബീബിനെ മുൻനിർത്തിയാണ് റബ്ബേ ഞങ്ങൾ പറയുന്നത്. തട്ടിക്കളയരുത് റബ്ബേ. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും കൈപിടിക്കാനുള്ളത് ഹബീബാണ്. ആ ഹബീബിന്റെ സഹായം ലഭിച്ച് നിന്റെ റഹ്മത്ത് നേടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വളരെ സന്തോഷകരമായ രൂപത്തിൽ നമ്മുടെ സദസ്സ് മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ ദിവസവും അൽഹംദുലില്ലാഹ് റാഹത്താണ്, സന്തോഷമാണ്. ശ്രോതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. മാത്രമല്ല, ഹബീബിനോടുള്ള അടങ്ങാത്ത മഹബ്ബത്ത് മനസ്സിലെന്നും ഒരു അണയാത്ത ചൂടായി നിലനിൽക്കാൻ ഈ സദസ്സ് നമ്മെ സഹായിച്ചെങ്കിൽ സംഘടിപ്പിച്ചവരും സംഘടിച്ചവരും ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച എല്ലാവരും ധന്യരാവുകയാണ്. അല്ലാഹു അവന്റെ മഹത്തായ തൗഫീഖ് പ്രദാനം ചെയ്യപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുമ്പോൾ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ മദ്ഹ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആനിന്റെ വർണ്ണനകളാണ്. ഖുർആനിനെ വർണ്ണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയ ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നല്ല വിശ്വാസികൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇന്നലെ നമ്മൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനാണ് ഹബീബിന്റെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധി. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിലും സമൂഹത്തിനു മുമ്പിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന, എക്കാലത്തും നിലനിൽക്കുന്ന മരിക്കാത്ത മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. അതിനെത്ര നാൾ വരെ ആയുസ്സുണ്ട്? ഖിയാമം വരെ ആയുസ്സുമുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ആ ഖുർആനിനെ പരാമർശിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ 2 ദിവസത്തെ പ്രഭാഷണവും കഴിഞ്ഞുപോയത്. ഇന്നും നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്നത് ആ ഗുണഗണങ്ങളെ ആ വിശുദ്ധ ഖുർആനിന്റെ ഗുണഗണങ്ങളെ കുറിച്ചു തന്നെയാണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പതുക്കെ ഒന്ന് അങ്ങോട്ട് എത്താം. അതിന്റെ ശേഷം കഴിഞ്ഞ കൊല്ലം പരാമർശിച്ച ചില വിഷയങ്ങളുണ്ട്, അത് മാറ്റിവെച്ചതിന്റെ ശേഷം അത് ചർച്ചയ്ക്ക് എടുക്കാതെ തൊട്ടടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം.
ഇവിടെ ഖുർആനിനെ പരാമർശിക്കുന്ന സമയത്ത് മഹാനവറുകൾ പാടുന്നത് വകസ്സിറാത്തി വകൽ മീസാനി മഅദിലതൻ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമീ. വകസ്സിറാത്തി, സിറാത്ത് പാലം പോലെയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വരി അങ്ങ് പറയുമ്പോ അതിൽ ഏതോ ഒരു വിഷയത്തെ മദ്ഹ് ചെയ്യലായിരിക്കും ലക്ഷ്യം. പക്ഷെ ആ വരികൾക്കിടയിൽ ഇമാം ബൂസീരി 2 or 3 വിഷയങ്ങളെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടാകും, പഠിപ്പിച്ചിട്ടുണ്ടാകും. ഇതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ആയിരക്കണക്കിന് വിജ്ഞാന ശാഖകൾ ഖസീദത്തുൽ ബുർദയിലുണ്ട്. വകസ്സിറാത്തി വകൽ മീസാനി, സിറാത്തു പാലം പോലെയും നന്മ തിന്മകൾ തൂക്കുന്ന പടച്ച തമ്പുരാന്റെ അടുത്തുള്ള മീസാൻ എന്ന ത്രാസ് പോലെയും ആണ് വിശുദ്ധ ഖുർആൻ മഅദിലതൻ, നീതിയുടെ വിഷയത്തില്. നീതിയുടെ വിഷയത്തിൽ ഖുർആൻ സിറാത്ത് പാലം പോലെയും മീസാൻ പോലെയുമാണ്. കറക്റ്റായിരിക്കും എന്നർത്ഥം. വകസ്സിറാത്തി വകൽ മീസാനി മഅദിലതൻ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമീ. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിക വചനങ്ങളിൽ നിന്നല്ലാതെ ആരെങ്കിലും നീതി ആഗ്രഹിച്ചെങ്കിൽ ഫിന്നാസി ലം യഖുമീ, ഇല്ല ഇല്ല, ജനങ്ങളിൽ ഒരിക്കലും ഖുർആനില്ലാത്ത ജനങ്ങളിൽ നീതി പുലരില്ല. ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമീ. ഖുർആൻ അല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നീതി നിന്നു കാണുകയില്ല, അത് നിലനിൽക്കുകയില്ല, അത് പുലരുകയില്ല. അത് നിങ്ങൾക്ക് കേവലം എന്നും ഒരു മരീചികയായിരിക്കും. നീതി പുലർന്നു കാണണമെങ്കിൽ വിശുദ്ധ ഖുർആന്റെ വക്താക്കളിലൂടെ ആയിരിക്കും നിങ്ങളത് കാണുക. കാരണം ഖുർആൻ അത്രയും കണിശമാണ്. ഏതുപോലെ? സിറാത്ത് പാലം പോലെയും മീസാൻ പോലെയും കണിശമാണ്. ഇതെത്രമാത്രം നീതിയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ അതേ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ നീതി പഠിപ്പിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത്, ആദ്യം ഇമാം ബൂസീരി നമ്മെ പഠിപ്പിക്കുന്നത് സിറാത്ത് പാലവും മീസാനുമാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതെന്തായാലും എത്ര കാലം ചർച്ച ചെയ്താലും തീരില്ല. സിറാത്ത് പാലത്തിന്റെയും മീസാനിന്റെയും നീതി അതാദ്യം പരാമർശിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ. സിറാത്ത് പാലം, നീതി പുലർത്തുന്നതിൽ സിറാത്ത് പാലം നിസ്തുലമായ ഒരു സംഗതിയാണ്. അതിന് തുല്യതയില്ല. എന്തുകൊണ്ട്? ഇവിടെ നിയമത്തെ മറികടന്ന എത്രയോ ആളുകളുണ്ട്. നിയമത്തിന് കുരുക്കുകളുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം പഴുതുകൾ കണ്ടെത്തി ഈ നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് ദുനിയാവിലെ പാപികളെങ്കിൽ, ദുനിയാവിലെ അക്രമികളെങ്കിൽ, അഴിമതിക്കാരും അതുപോലെ തന്നെ തിന്മയുടെ പക്ഷത്ത് യഥേഷ്ടം വിഹരിക്കുന്നവരുടെയും അവസ്ഥ ഇതാണെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരൊറ്റ കുട്ടിയുടെയും കുതന്ത്രങ്ങൾ വിലപ്പോവാത്ത വളരെ കർശനമായ നീതി പുലർത്തുന്ന പാലമാണ് സിറാത്ത്. സജ്ജനങ്ങൾക്കല്ലാതെ അപ്പാലം കടന്നു തീർക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു പാലമുണ്ടോ? നരകത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പാലമാണ് സിറാത്ത്. ആര് പറഞ്ഞു? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സിറാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാലമുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാ കിറാം ചോദിക്കുകയാണ്, അല്ല നബിയേ, അന്നന്നാസ ഖാലൂ ഇന്നന്നാസ ഖാലൂ യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബിനെ കാണാൻ പറ്റുമോ നബിയേ? കുറെ കാലമായല്ലോ ഈ റബ്ബിനെ ആഗ്രഹിച്ചുകൊണ്ട് മൻ യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിനെ കാണാൻ താല്പര്യമുള്ളവർ സുകൃതം ചെയ്തുകൊള്ളട്ടെ എന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലിഖാ നാളെ പരലോകത്ത് വെച്ച് നേർക്ക് നേർ ഞങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ പറ്റുമോ? അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ ഏതൊരു വിഷയത്തിലാണ് എന്നോട് സംവാദത്തിന് വരുന്നത്? ഹൽ തുമാറൂന ഫിൽ ഖമരി ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ
ചന്ദ്രനെ കാണുമോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, നിങ്ങൾ എന്നോട് തർക്കിക്കോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? ഹൽ തുമാറൂൻ ഫിൽ ഖമരി ലൈലത്തുൽ ബദർ, പൂർണ്ണചന്ദ്രനുള്ള രാത്രി അഥവാ 14-ാം രാവില് ചന്ദ്രനെ കാണുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ലൈസ ദൂനഹു സഹാബ്, അതിന്റെ താഴ്ഭാഗത്ത് മേഘമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മേഘാവൃതമായ അന്തരീക്ഷമല്ല, മാനം തെളിഞ്ഞ അവസ്ഥയാണ്, 14-ാം രാവുമാണ്, അന്ന് ചന്ദ്രനെ കാണാൻ കഴിയോ ഭൂമിയിലുള്ള ആളുകൾക്ക്? നിങ്ങൾ എന്താ പറയുന്നത്? ഇല്ല നബിയെ, ആ കാര്യത്തിൽ ഞങ്ങൾക്കൊട്ടും സംശയമില്ല. 14-ാം രാവിൽ ചന്ദ്രനെ കാണാൻ കഴിയോ എന്ന് ചോദിച്ചാൽ അതിൽ തർക്കിക്കുന്നവരുണ്ടാകൂലല്ലോ, അതിൽ സംശയിക്കുന്നവരും ഉണ്ടാകില്ല. ഞങ്ങൾക്ക് സംശയമല്ല, ഞങ്ങൾക്ക് ഉറപ്പാ 14-ാം രാവിൽ ചന്ദ്രനെ കാണാൻ പറ്റും. ശരി, നബി തങ്ങൾ ചോദിച്ചു, എന്നാ പിന്നെ എന്റെ അടുത്ത ചോദ്യം ഒന്നും കൂടെ, ഒരു പടിയും കൂടെ നബി കയറുകയാണ്. മേഘമില്ലാത്ത ഒരു സമയത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പം പട്ടാപകൽ സൂര്യനെ കാണാൻ കഴിയോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് സംശയമില്ല. സൂര്യനെ കാണാൻ കഴിയും, ചന്ദ്രനെ കാണാൻ കഴിയും, സൂര്യനെ കാണാൻ എന്തായാലും കഴിയും, സംശയമില്ല. മേഘം ഉണ്ടായാൽ തന്നെ സാധിക്കില്ലേ? കണ്ടോ നിങ്ങൾ, മേഘാവൃതമായ അന്തരീക്ഷമല്ല, സൂര്യൻ ഉദിച്ചു നിൽക്കുന്നെങ്കിൽ സൂര്യനെ കാണുമോ? ഇവർ പറഞ്ഞു കാണും. ഖാല, അപ്പോൾ നബി തങ്ങൾ പറയുന്നു, ഫഇന്നകും തറൗനഹു കദാലിക, ഇതേ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നു. നിങ്ങൾ സൂര്യനെ കാണുന്നത് പോലെ, ചന്ദ്രനെ കാണുന്നത് പോലെ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിനെ നേരിട്ട് കാണാനിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഹരം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആനന്ദദായകമായ ടൈം അള്ളാഹുവിനെ കാണുമ്പോഴാണത്രേ. അള്ളാഹുവേ, ഈ സദസ്സിൽ പങ്കെടുത്തതിന്റെ ബറക്കത്തുകൊണ്ട് നിന്റെ ലിഖാ കണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. യുഹ്ശറു നാസു യൗമൽ ഖിയാമ, നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ജനങ്ങളെയൊക്കെ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയുന്നു, മൻ കാന യഅ്ബുദു ശൈഅൻ ഫല്യത്തബിഉ, ആരെങ്കിലും ഞാനല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കൾക്ക് ആരാധിക്കുന്നവർ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരൊക്കെ ആ ആരാധിച്ചവരുടെ കൂടെ പൊയ്ക്കോളീൻ. അള്ളാഹുവിന്റെ കൽപ്പന. ഫമിൻഹും മൻ യത്തബിഉ ശംസ, സൂര്യനെ ആരാധിച്ച ഒരു ടീം ഉണ്ടാവും, അവർ സൂര്യന്റെ കൂടെ പോകും. വമിൻഹും മൻ യത്തബിഉൽ ഖമറ, ചന്ദ്രന്റെ കൂടെ പോകുന്നവരുണ്ട്. വമിൻഹും മൻ യത്തബിഉ സവാഗീത, പിശാചുക്കളുടെ കൂടെ പോകുന്നവരുണ്ട്. വതബഖാ ഹാദിഹിൽ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഉമ്മത്ത് മാത്രം അവിടെ ബാക്കിയാകും, ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ടാകും. ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് ഇസ്ലാമിയ, മുസ്ലിം ഉമ്മത്ത്, നബി തങ്ങളുടെ ഉമ്മത്ത് മാത്രമല്ല. ആദം നബി അലൈഹിസ്സലാം തൊട്ട് തൗഹീദിന്റെ ഉമ്മത്ത് മുഴുവനും അവിടെ ഉണ്ടാകും. ഹാദിഹിൽ ഉമ്മത്തു ഫീഹാ മുനാഫിഖൂഹാ, കപടവിശ്വാസികളൊക്കെ ആ കൂട്ടത്തിലുണ്ടാകും. ചുളിവിൽ കയറാൻ പറ്റുമോ? പക്ഷെ അവർക്കൊന്നും കയറാൻ പറ്റില്ല, അവരവിടെ ബാക്കിയുണ്ടാകും. അങ്ങനെ അവർ നിൽക്കുമ്പോഴാണ് പടച്ചറബ് അവരുടെ മുമ്പിൽ വരിക. എന്നിട്ട് അല്ലാഹു പറയും, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്. അപ്പൊ ഇവര് പറയത്രേ, നീ രക്ഷിതാവാണ്, പക്ഷെ ഞങ്ങൾ കണ്ടതുപോലെ, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ, ഞങ്ങൾ പഠിച്ചതുപോലെ ഉള്ള ഒരു രക്ഷിതാവായിട്ട് നിന്നെ തോന്നുന്നില്ല. അതുകൊണ്ട് നീ രക്ഷിതാവാണെന്ന് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അള്ളാഹുവിന്റെ യഥാർത്ഥ രൂപത്തിലല്ലാതെയാണ് വരിക എന്ന് ഇമാം ബുഖാരി പറയുന്നു. ആദ്യമായി രണ്ടാമത് വീണ്ടും അല്ലാഹു തആല തന്റെ യഥാർത്ഥ രൂപത്തിൽ അല്ലാഹു തആല അവരുടെ മുമ്പിൽ അതാ പ്രകടമാകുന്നു, വെളിവാകുന്നു. എന്നിട്ട് ചോദിക്കുന്നു. ആ ചോദ്യം അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഹർഫില്ലാത്ത സംസാരം, തടിയില്ലാത്ത അവസ്ഥ, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, കാണുമ്പോൾ മാത്രം തിരിയുന്ന കാര്യമാണ്. എന്നാൽ അല്ലാഹുവിന് സത്തയുണ്ട്, ദാത്തുണ്ട്, ആ കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ അല്ലാഹുവിനെ നേരിട്ട് കാണുന്നു. അല്ലാഹു പറയുന്നു, അന റബ്ബുക്കും ഫയഖൂലൂന അൻത റബ്ബുനാ, ഇതാണ് ഞങ്ങൾക്ക് പ്രവാചകന്മാര് പഠിപ്പിച്ച റബ്ബ്. അങ്ങനെ ഇവരെ മുഴുവനും അല്ലാഹു വിളിക്കും. ഫയദുഉഹും ഫയുദ്റബു സിറാത്തു ബൈന ബഹ്റാനൈ ജഹന്നം, എല്ലാവരെയും അല്ലാഹുവോട് വിളിക്കും. അപ്പോ സിറാത്ത് പാലം, അപ്പൊ നരകത്തിന്റെ മുകളില് സിറാത്ത് പാലം പാകി വെച്ചിട്ടുണ്ടാകും, അതിലൂടെയാ പോകാൻ പറയുന്നത്.
സുബ്ഹാനല്ലാഹ്, സിറാത്ത് പാലത്തിന്റെ രൂപം കേട്ടിട്ട് പലരും അതിനെ നിഷേധിക്കാൻ തയ്യാറായവരുണ്ട്. ഏത് മുൻകാലങ്ങളിൽ തന്നെ അതിനെ നിഷേധിക്കാൻ തയ്യാറായവരുണ്ട്. മുടിയേക്കാൾ നേരിയതും വാളിനേക്കാൾ ശക്തമായതും നല്ല മൂർച്ചയുള്ളതും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാ അതിൽ കൂടെ നടന്നു പോവുക എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കാൻ തയ്യാറായവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത്തരം സംശയങ്ങൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, അതിലൂടെ നടക്കാൻ പറ്റുമോ എന്നല്ല, നിന്നറിയുന്ന വേഗത്തിൽ കടക്കുന്നവരുണ്ട്, ഓടിപ്പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, നിരങ്ങി ഒപ്പിച്ചു പോകുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം ചില ആയത്തുകൾ ആ കടക്കുന്ന സമയത്ത് നമ്മെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്ന ആയത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഓതാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, അങ്ങനെ സിറാത്ത് പാലത്തിന്റെ അടുത്ത് ആരൊക്കെ ഉണ്ട്? ആദം നബി അലൈഹിസ്സലാം തൊട്ടുള്ള എന്റെ ഉമ്മത്ത് വരെയുള്ള സർവ്വ ഉമ്മത്തുമുണ്ട്. മുസ്ലിമായ ജനങ്ങൾ മുഴുവനും അവിടെയുണ്ട്, മുസ്ലിം ഉമ്മത്ത് മുഴുവനുമുണ്ട്. ആ കൂട്ടത്തിൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്റെ ഉമ്മത്തിനെയും കൊണ്ട് സിറാത്ത് പാലം കടക്കുന്ന ഒന്നാമത്തെ ആള് ഞാനാണ്. ഏറ്റവും അവസാനം വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും ആദ്യമായിട്ട് സിറാത്ത് പാലം കടക്കുന്നത്, നബിയും ഉമ്മത്തും. നമ്മളുടെ ബാക്കി ആലോചിച്ച് നോക്കൂ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നമ്മൾ ഏറ്റവും അത്യുത്തമ സമൂഹമാണ്. പക്ഷെ ആ ബോധം നമുക്കില്ലാതെ പോയി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിടത്ത് അത് പറയുന്നുണ്ട്. ഇമാം ബൂസീരിയുടെ വരികൾക്കിടയിലൂടെ ആ കാര്യം എന്നെയും നിങ്ങളെയും ഇമാം ബൂസീരി വളരെ ഭംഗിയായിട്ട് പാടി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി എന്നതുകൊണ്ട് നിങ്ങൾ ഉത്തമ വിഭാഗമായിരിക്കുകയാണ്. ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിതാഅതിഹി ബിഅക്റമിർ റുസുലി കുന്നാ അക്റമൽ ഉമമി. അപ്പൊ ഏറ്റവും അത്യുത്തമ സമൂഹമായതുകൊണ്ട് നമ്മളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്ത് പാലം കടക്കുന്നത് ആദ്യം. നബി തങ്ങൾ പറയുന്നു, ആ സിറാത്ത് പാലം കടക്കുന്ന രംഗം അത് വളരെ ഭയാനകമാണ്. വലാ യതകല്ലമു യൗമഇദിൻ അഹദുൻ, ആ സമയത്ത് ഒരൊറ്റ കുട്ടിയും ഉരിയാടില്ല, ഒരക്ഷരവും മിണ്ടില്ല. ഇല്ല റുസുലു, പ്രവാചകന്മാരല്ലാതെ മറ്റാരും സംസാരിക്കില്ല. പ്രവാചകന്മാരല്ലാതെ ഒരു കുട്ടിയും സംസാരിക്കില്ല. ഓരോ പ്രവാചകന്മാരും സിറാത്ത് പാലത്തിൽ തങ്ങളുടെ സമുദായം കടന്നുപോയതിന്റെ ശേഷമാണ് കടന്നു പോകുന്നത്. ഉമ്മത്തിനെ കടത്തിക്കൊടുത്തിട്ടാണ് അവർ പോകുന്നത്, കടക്കാൻ പറ്റിയവരെയൊക്കെ. എന്നിട്ട് ആ സിറാത്ത് പാലത്തിന്റെ അടുത്തിങ്ങനെ നിൽക്കും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വകലാമുർ റുസുലി യൗമൈദിൻ, പ്രവാചകന്മാർക്കല്ലാതെ അവിടെ സംസാരിക്കാൻ അധികാരമില്ല. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ശരിക്കും ചിന്തിക്കണം. പ്രവാചകന്മാർ അവിടുന്ന് പറയുക എന്താണെന്നറിയോ? അല്ലാഹുമ്മ സല്ലിം സല്ലിം സല്ലിം, അല്ലാഹുമ്മ സല്ലിം, പടച്ചോനെ ഈ പോകുന്ന മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണമല്ലാ, ഇതെന്റെ ഉമ്മത്തിയാണ്, അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം എന്നാണ് പ്രവാചകന്മാർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി തങ്ങൾ പറയുന്നു, വകലാമുർ റുസുലി യൗമൈദിൻ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിവരിങ്ങനെ നിന്ന് പറയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ ഒരൊറ്റ കുട്ടിയെയും നബി തങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കില്ല, ഉറപ്പാണ്. പക്ഷേ ഞാനും നിങ്ങളും കടന്നു പോകുമ്പം ദാ ഈ പ്രസംഗിക്കുന്ന എനിക്ക് ആ പാലം കടക്കണം, നിങ്ങൾക്ക് ആ പാലം കടക്കണം. ഈ നാട്ടിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ പാലം കടക്കണം. സജ്ജനങ്ങൾ അവർക്ക് ഈ കാര്യത്തിൽ ബേജാറില്ല. അങ്ങനെ ആ പാലം കടക്കുമ്പം ഉറപ്പാണ് ഞാൻ ചിന്തിക്കണമല്ലോ, പാവപ്പെട്ട ഞാനും ആ പാലത്തിന്റെ അടുത്തെത്തും. എന്റെ ഹബീബ് എന്നെ നോക്കി പറയും, അല്ലാഹുമ്മ സല്ലിം സല്ലിം. എന്നാൽ ഇങ്ങനെ ഹബീബ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ മാത്രമുള്ള അമലുകൾ എന്റെ കയ്യിലുണ്ടോ? ഹബീബ് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. പടച്ചവനെ രക്ഷിക്കണേ രക്ഷിക്കണേ. ആ പാലം കടക്കണമെന്ന ചിന്ത ഒരാളുടെ തലക്കു പിടിച്ചാൽ പിന്നെ അയാൾ അനീതി ചെയ്യില്ല, അയാൾ അതിക്രമം കാണിക്കില്ല, അയാൾ ഒരിക്കലും നിയമപരിധികൾ ലംഘിക്കുകയില്ല. അതാണല്ലോ ഇപ്പൊ ഇവിടെയുള്ള കുഴപ്പം. ഇവിടെ ഇപ്പൊ മനുഷ്യർക്കുള്ള ആകെയുള്ള കുഴപ്പം എന്താ? പാലം കടക്കണം എന്നുള്ള ബോധമില്ലാത്തതുകൊണ്ട്. പാലം കടക്കണം എന്ന് തലക്കു പിടിച്ച ഒരാൾ തെറ്റുകയോ ഇല്ല.
ഇത് തലക്ക് പിടിച്ചു കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ കുടുങ്ങിയത്. പാലം കടക്കണമെന്ന ബോധം നമുക്കില്ല. ഇത് വല്ലാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുകയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ ജഹന്നമ കലാലീബ് മിസ്ലു ഷൗക്കി സുഅദാൻ. സുഅദാൻ വൃക്ഷത്തിന്റെ മുള്ള് പോലെയുള്ള കൊളുത്തുകൾ ആ ജഹന്നമിലുണ്ട്. സിറാത്ത് പാലത്തിന്റെ അറ്റത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മൾ കയറിപ്പോകുമ്പം, നടന്നിങ്ങനെ പോകുമ്പം പറ്റാത്തവരാണോ കൊള്ളാത്തവരാണോ നരകക്കുണ്ടിലേക്ക് ആപ്പതിക്കേണ്ടവരാണോ, ആ കൊളുത്ത് ഉയർന്നിങ്ങനെ വരുന്നു. കാലിന് കൊളുത്തിയിട്ടൊരൊറ്റ വലിയാൻ ചെന്ന് വീഴുന്നത് എങ്ങോട്ടാ? വമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. സൽക്കർമ്മങ്ങൾ നന്നേ കുറഞ്ഞ മനുഷ്യൻ, സൽക്കർമ്മങ്ങൾ വളരെ കുറവുള്ള മനുഷ്യൻ, ഫഉമ്മുഹു ഹാവിയ, അവനെ താരാട്ട് പാടിയുറക്കുന്ന അവന്റെ മാതാവ്, അവന് ഉമ്മ വെക്കാനുള്ളത്, അവന് പാട്ടുപാടിക്കൊടുക്കാനുള്ളത് ആരാണെന്നറിയോ? അവനെ താരാട്ട് പാടിയുറക്കാനുള്ളത് ഫഉമ്മുഹു ഹാവിയ, ആഴമുള്ള നരകമാണ്. അവന്റെ അഭയകേന്ദ്രം നരകമാണ്. അഭയകേന്ദ്രത്തെക്കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചത് ഉമ്മുഹു എന്നാണ്. എന്തേ ഈ ഉമ്മുഹു എന്ന പദം പ്രയോഗിക്കാൻ കാരണം? മഹാന്മാര് പറഞ്ഞു, ഉമ്മ എന്ന് പറയുമ്പം ഓമനിക്കുന്ന ഉമ്മയെ, താരാട്ട് പാടിയുറക്കുന്ന ഉമ്മയെ, ഉമ്മ വെക്കുന്ന ഉമ്മയെ, നിന്നെ കളിപ്പിക്കുന്ന ഉമ്മയെ, ഇതൊക്കെയല്ലേ നിനക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ, അതിന്റെ ബാക്കി ഭാഗം കേൾക്കുമ്പോഴാണ് പ്രതീക്ഷ നൽകി ചടപ്പിക്കുന്ന ഏർപ്പാടാണിത്. ഫഉമ്മുഹു ഹാവിയ, ആഴമുള്ള നരകമാണ്. വമാ അദ്റാക മാ ഹിയ, ഈ ആഴമുള്ള നരകം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? നാറുൻ ഹമിയ, ചുട്ടുകൊള്ളുന്ന തീയാണ് കേട്ടോ. അത് അന്നലെ പറഞ്ഞ നരകം. ഇന്ന് നമ്മൾ പറയണ്ട, ഇന്നലെ പറഞ്ഞത് കൂട്ടി വായിച്ചു. വൈദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് പറഞ്ഞല്ലോ, അത് കൂട്ടിയിട്ട് വായിക്കും. ആ ഗൗരവമുള്ള നരകത്തിലേക്കാണ്ട് ചൊല്ലുമ്പോ അവിടെ നല്ല പാട്ടുണ്ടാവും, താരാട്ട് പാടും. നരകത്തിന്റെ ഇരമ്പക്കവും അലറലും, അതാണ് ഈ താരാട്ട്. ഒട്ടും സുഖകരമായിരിക്കില്ല. നരകത്തിന്റെ താരാട്ട് കേൾക്കാൻ സുഖമുള്ളതല്ല. ശരിക്കും ചിന്തിച്ചോ, നരകം നമ്മളെ ശരിക്കും ഉമ്മ വെക്കുന്നുണ്ട്, നമ്മളെ ഓമനിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊട്ടും സുഖകരമല്ല. ചുട്ടുപൊള്ളുന്ന തീയുകൊണ്ടാണ്, കരിഞ്ഞ് കരിക്കട്ടയാകുന്ന തീ കൊണ്ടാണ്. പടച്ചവനെ, വല്ലാത്ത അദാബാണ്. റബ്ബേ, ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട്, ഹബീബിന്റെ ബർക്കത്തുകൊണ്ട്, ഇമാം ബുസീരിയുടെ ബർക്കത്തുകൊണ്ട്, റബ്ബേ ഈ വചനങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ഞങ്ങളിവിടെ ഓതുന്ന ഖുർആനിക വചനങ്ങളുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ സിറാത്ത് പാലത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. അങ്ങനെ ഈ കലാലീബ്, കൊളുത്തു ചങ്ങലകൾ, ഈ കൊളുത്തുകൾ കേറി വരും. നബിതങ്ങൾ ചോദിച്ചു, സുഴുതാൻ വൃക്ഷത്തിന്റെ മുള്ള് നിങ്ങൾ കണ്ടിട്ടില്ലേ? സങ്കീർണമായ മുള്ളാണ് എന്ന് പറഞ്ഞ് നബിതങ്ങൾ ചോദിച്ചു, ഹൽ റഅയ്തും ശൗക സുഴുതാൻ ഖാലൂനാണ്. അത് പറഞ്ഞു, അതെ അതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നബിയെ. ഖാല, നബി പറഞ്ഞു, എന്നാൽ അതുപോലെ തന്നെയാണ് നരകത്തിലെ കൊളുത്തുകൾ. പക്ഷേ ഒരു കാര്യം, ഗൈറ ഫഇന്നഹാ മിസ്ലു ശൗകി സുഴുതാൻ ഗൈറ അന്നഹു ലാ യഅലമു ഖദ്റ ഇളമിഹാ ഇല്ലല്ലാഹ്. ഒരു ചെറിയ മാറ്റമുണ്ട്. ആ കൊളുത്തുകളുടെ വലുപ്പം സുഴുതാൻ വൃക്ഷത്തിലെ മുള്ളു പോലെയാണെന്ന് മനസ്സിലാക്കേണ്ട. അതിന്റെ രൂപമാണ് ഞാൻ പറഞ്ഞത്. ആ രൂപത്തിൽ സങ്കീർണമായ കൊളുത്തുകളാണ്. എവിടെ തൊട്ടാലും അത് ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാത്ത ഒരുതരം സങ്കീർണമായ മുള്ളാണ്. എന്നാൽ ഇതിന്റെ വലുപ്പം അതായിരിക്കോ? അല്ല. ഇത്രയും വലിയ നരകത്തിലും സിറാത്ത് പാലത്തിലും ഘടിപ്പിച്ചിരിക്കുന്ന ഈ കൊളുത്തുകൾ, അതിന്റെ വലുപ്പം എത്രയെന്ന് ഇല്ലല്ലാഹ്, പടച്ചോനല്ലാതെ അറിയൂല. ലാ യഅലമു ഖദ്റ ഇളമിഹാ ഇല്ലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അപ്പൊ അത്രയും വലിയ കൊളുത്തുകളുള്ള നരകത്തിന്റെ മീതെ ഇവൻ കടക്കണം. അമലുകളുടെ തോതനുസരിച്ച് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ആ പാലത്തിലൂടെ വിട്ടുകിടക്കാനും വീഴാനും ഒക്കെ ഉള്ള ഭാഗ്യവും ദൗർഭാഗ്യവും ഒക്കെ ഉണ്ടാവും. അല്ലാഹു തആല നമ്മെ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. ഇത് നല്ല വിഷമുള്ള ഒരു കാര്യമാണ്, സിറാത്ത് പാലം കടക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സിറാത്ത് പാലത്തിലൂടെ മനുഷ്യർക്ക് നടന്നു പോകേണ്ട ചിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്.
അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു പറയുന്നു, സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പം അതാ അവനെ പിടിക്കുകയും അതുപോലെ തന്നെ ഈ കൊളുത്തുകൊണ്ട് വലിച്ച് നരകത്തിലേക്ക് തള്ളിയിടുകയും വീഴ്ത്തുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ആ സിറാത്ത് പാലത്തിലൂടെ കടക്കാനുള്ള വിഷമം കേട്ടോ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ ذلك هو الفوز العظيم يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور. പഠിച്ചോനെ, ആ വാക്കുകൾ ആർക്കെങ്കിലും തലയെ കയറി കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ സദസ്സ് നമുക്ക് മുതലായി ഉപകാരപ്പെടും. അല്ലാഹു തആല കുറഞ്ഞ ആളുകൾക്കെങ്കിലും, എല്ലാവരും കൂടെ എന്തായാലും ഒരു പ്രസംഗം കേട്ടാൽ മാറ്റം വരില്ല, കുറച്ച് ആളുകൾക്കെങ്കിലും പോരാ, നല്ല ഒരു ശതമാനം ആളുകൾക്ക് മാറാൻ കഴിയണം. പഠിച്ചവനെ, ഞങ്ങളെ മുഴുവനും ഈ പ്രസംഗം കേൾക്കുമ്പോൾ, നിന്റെ പൊള്ളുന്ന ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യൗമ തറൽ മുജ്രിമീന യൗമ തറൽ മുഅ്മിനീൻ, നബിയെ നിങ്ങൾ വിശ്വാസികളെ കാണുന്ന ദിവസം, വൽ മുഅ്മിനാത്ത് വിശ്വാസിനികളെയും നിങ്ങൾ കാണും. യസ്ആ നൂറുഹും അവർക്കുള്ള പ്രകാശം ഓടി നടക്കും. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം അവരുടെ മുമ്പിൽ പ്രകാശമുണ്ടാകും, അവരുടെ വലതുഭാഗങ്ങളിൽ ആ പ്രകാശമുണ്ടാകും. ബുശ്റാകുമുൽ യൗം, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കാണ് ഇന്ന് സുവിശേഷം അറിയിക്കാനുള്ളത്, സന്തോഷം നിങ്ങൾക്കാണ് കേട്ടോ. ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങൾക്ക് നൽകാനുള്ള സുവിശേഷം താഴ്ഭാഗത്തിലൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗങ്ങളെ കുറിച്ചാണ്. ഖാലിദീന ഫിഹാ, ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് ശാശ്വതമായി കഴിഞ്ഞുകൂടാം. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതെറ്റവും വലിയ വിജയമാണ്. ഏത്? സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ. കാരണം എന്തുകൊണ്ട്? നമ്മൾ ആദ്യത്തെ ദിവസമോ ഫസ്റ്റ് ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ആലോചിക്കുക, ഒരു റഹ്മത്താണ് ഭൂമിയിൽ നമ്മൾ ഈ കാണുന്ന ടിപ് ടോപ്പുകൾ മുഴുവൻ, ഒരു റഹ്മത്തിന്റെ ഭാഗം, ഒരംശം. ഇനി 99 അല്ലാഹു പുറത്തെടുത്ത് നമ്മളെ സുഖിപ്പിക്കാൻ നിൽക്കുന്നത് സ്വർഗത്തിലാണ്. ഇന്ന ലില്ലാഹി മിഅത റഹ്മ, അതിലൊന്ന് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. അതിനാണ് നമ്മുടെ ഈ കൊള്ളും കൊലയും അതുപോലെ തന്നെ നമ്മുടെ ഈ മുഴുവൻ തോന്നിവാസങ്ങളും വൃത്തികേടുകളും നാം ചെയ്തു കൂട്ടുന്നത്. ഈ ഒരു റഹ്മത്ത് എങ്ങനെയെങ്കിലും സന്തോഷകരമായ രൂപത്തിലാക്കാൻ 99 മറന്നിട്ടാണ് നമ്മളെ കളിയിൽ. ഏതാവട്ടെ, അപ്പോ ഈ സ്വർഗം കിട്ടിയാൽ നിങ്ങൾ വിജയിച്ചു. ആരോടാ പറയുന്നത്? ഈമാനുള്ള വിശ്വാസത്തിനനുസരിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുന്ന ടീമിനുള്ള അവസ്ഥയാണ്. ഓർക്ക് ഓടി അങ്ങോട്ട് പോകാം, നടന്നങ്ങോട്ട് പോകാം, മിന്നെറിയും പോലെ പോകാം. ഉദുഹിയത്തറുത്ത് നേരത്തെ റെഡിയായി നിൽക്കുന്നത് അവരറുത്ത ഉദുഹിയത്ത് ആ മൃഗത്തിന്റെ വാഹനപ്പുറത്ത് അങ്ങോട്ട് ഓടാം. അങ്ങനെയൊക്കെയാണ് സിറാത്ത് പാലത്തിന്റെ അടുത്തുള്ള കഥകൾ. ആ പാലം കടക്കാൻ ഹൈസ്പീഡിൽ കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവർ നല്ല അധ്വാനിക്കേണ്ടി വരും. കാരണം ഭൂമിയിൽ നമ്മുടെ യാത്ര സുഖകരമാകുന്തോറും നമുക്ക് അധ്വാനം ഉണ്ടാവും. അങ്ങനെയാണ് അനുഭവം. അധ്വാനം ഉണ്ടാവും. അധ്വാനവും മുടക്കും വർദ്ധിക്കുമ്പോഴേ യാത്ര സുഖകരാവൂ. അപ്പൊ സിറാത്ത് പാലത്തിലെ യാത്ര സുഖകരാകണോ? ഇവിടുന്ന് നന്നായി അധ്വാനിക്കണം, നല്ല മുടക്കും ഉണ്ടാവും. കാൽനടയായിട്ട് നമുക്കൊരു വിഷയത്തിന് വേണമെങ്കിൽ ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം, കാൽനടയായിട്ട് പോകാം. പക്ഷെ കാൽനടയായിട്ട് ആ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോഴേക്ക് നമ്മുടെ കാല് പൊട്ടി, മുട്ട് വേദനിച്ച്
ശരീരങ്ങളിൽ മുഴുവനും വേദന, എല്ലാ സന്ധികളിലും വേദനയാണ്, വല്ലാതെ വിഷമിക്കും. കാൽനടയായി ഇവിടുന്ന് കോഴിക്കോട് വരെ പോകുക എന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. പണ്ട് നടന്നായിരുന്നു ഹജ്ജിന് പോയിരുന്നത്. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകുന്നത് സങ്കല്പിക്കാൻ കഴിയില്ല. എന്തിന് കോഴിക്കോട്ടേക്ക് പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിലേക്കൊന്ന് പോകാൻ പറഞ്ഞാൽ, തൊട്ടടുത്തുള്ള ടൗണിലേക്ക് പോകാൻ പറഞ്ഞാൽ അവിടെയും വാഹനമില്ലാതെ നടന്നു പോകാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയാണ്. അപ്പൊ ഏതാവട്ടെ, നടന്നു പോയാൽ നല്ല വിഷമം, ശാരീരിക വിഷമം നന്നായി അനുഭവിക്കേണ്ടി വരും. എന്നാലോ നടന്നു പോയാലുള്ള അവസ്ഥ അതാണ്. കുറെ സമയം പിടിക്കും എത്താൻ. ശാരീരിക വിഷമം ഇവന് ധാരാളം ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, യാത്ര ക്ലേശകരമായിരിക്കും. എന്നാൽ ഒന്നും കൂടെ, ഒട്ടകം, കഴുത, കുതിര ഇത്തരം വാഹനപ്പുറത്താ പോകുന്നതെങ്കിലോ അത്ര തന്നെ വിഷമം സഹിക്കേണ്ടി വരില്ല. അത്ര തന്നെ വിഷമം ആ വിഷയത്തിൽ സഹിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല നമുക്ക് വാഹനങ്ങൾ സൗകര്യപ്പെടുത്തി തന്നത്. വാഹനങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ യാത്രാക്ലേശങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു തആല പ്രത്യേകം പറയുന്നതും കാണാം. വാഹനങ്ങൾ ഒരുക്കി തന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് കാണാം. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞു, വതഹ്മിലു അസ്ഖാലകും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖ്ഖിൽ അൻഫുസ്. ആ വാഹനങ്ങൾ നിങ്ങളുടെ ലോഡും വഹിച്ചു പോകും. ഒട്ടകപ്പുറത്ത് നിങ്ങൾക്ക് എത്രയും ലോഡ് വെച്ചു കൊടുക്കാതെ അങ്ങനെ കൊണ്ടുപോയിക്കോളും. എങ്ങോട്ടില്ല? ബലദിൻ, അങ്ങകലെയുള്ള ഒരു നാട്ടിലേക്ക്. ലം തകൂനു ബാലിഗീഹി, ആ ചുമടൊക്കെയാണ് മാറ്റിവെക്ക്. നിങ്ങൾക്ക് ആ നാട്ടിൽ എത്താൻ കഴിയില്ലായിരുന്നു. ഇല്ലാ ബിശിഖ്ഖിൽ അൻഫുസീൻ, അതൊന്നും കൊണ്ടാകാതെ നിങ്ങൾ സ്വന്തം നാട്ടിലൊന്ന് എത്തണം. ഫ്രീ ആയിട്ട് നടന്നു പോകുകയാണെങ്കിൽ ഇല്ലാ ബിശിഖ്ഖിൽ അൻഫുസീൻ, നിങ്ങളെ ശരീരങ്ങൾ കടുത്ത ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നു, എന്തെങ്കിലും എത്താൻ കഴിയില്ല. അങ്ങനത്തെ നാട്ടിലേക്ക് നിങ്ങളെ വലിയ വലിയ ചരക്കുകൾ വഹിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്കും ഞാൻ മൃഗങ്ങളെ വാഹനങ്ങളായി ഒരുക്കി തന്നു. വതഹ്മിലു അസ്ഖാലകും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖ്ഖിൽ അൻഫുസ് ഇന്ന റബ്ബകും ലറഊഫുർ റഹീം. നിങ്ങളെ റബ്ബ് നിങ്ങളോട് കരുണയുള്ളവനായതുകൊണ്ടാണ്, സ്നേഹമുള്ളവനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്. എന്നിട്ട് ആ ഒരുക്കിക്കൊടുത്ത വാഹന സൗകര്യം അല്ലാഹു പറഞ്ഞു, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീർ ലിതർകബൂഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. പടച്ചറബ് പറയുന്നു, കുതിര, കോവർ, കഴുത ഇത്തരം വാഹനങ്ങളൊക്കെ ഒരുക്കി തന്നു. അന്ന് അറബികളോട് സംവദിക്കുമ്പോൾ അവർക്ക് പരിചയമുള്ള വാഹനങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. അതിനെ ഏറ്റവും സ്പീഡ് കൂടിയത് കണ്ടില്ല നിങ്ങൾ? മുന്തിയ വാഹനമാണ് ആദ്യം പറഞ്ഞത്, കുതിര. പിന്നെ പറഞ്ഞു കോവർ, പിന്നെ കഴുത. കാരണം കോവർ കഴുത എന്ന് പറഞ്ഞാൽ എന്താ? കുതിരയും കഴുതയും കൂടെ ബന്ധപ്പെട്ടുണ്ടാകുന്ന സങ്കര ഇനമാണ് ഈ കോവർ കഴുത. അപ്പൊ അതിനെ നടുവിലാണ് വെച്ചത്. കാരണം എന്താ? കുതിരന്റെ അത്ര ഉഷാറുണ്ടാവില്ല, എന്നാ കഴുതന്റെ അത്ര വലിച്ചുണ്ടാവില്ല. അത് രണ്ടും ഇല്ലാത്തൊരു മീഡിയം സൈസ് ആയിരിക്കും. കുതിര, കോവർ കഴുത അതേ രൂപത്തിൽ. നമ്മൾ കാറ്, ജീപ്പ്, ഓട്ടോറിക്ഷ എന്നൊക്കെ പറയും പോലെ ആ രൂപത്തിലാണത് സംസാരിച്ചത്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീർ ലിതർകബൂഹാ വസീന. എന്തിനാ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തന്നത്? നിങ്ങൾക്കതിൽ സുഖമായി യാത്ര ചെയ്യാൻ, നിങ്ങൾക്കത് വാഹനമായി ഉപയോഗിക്കാൻ. വസീന, മാത്രമല്ല അലങ്കാരത്തിന് വേണ്ടിയും നിങ്ങൾ അതുകൊണ്ട് അലങ്കരിക്കാൻ വേണ്ടി എന്നുള്ള പറഞ്ഞിട്ടില്ല. വസീനത്തൻ, ആ പറഞ്ഞ വാക്കിൽ തന്നെ കുറെ ഇതൊക്കെ പറയുമ്പോഴേക്ക് നമുക്ക് സമയം വൈകിപ്പോകും. കാരണം ഇതൊക്കെ ഖുർആൻ വിശദീകരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാ. വസീനത്തൻ കണ്ടോ, നിങ്ങൾ ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ അലങ്കാരം ചാർത്താൻ വേണ്ടി എന്ന ഒരു ശൈലിയിൽ അല്ലാഹു സംസാരിച്ചിട്ടില്ല. മനുഷ്യർ ലിതർകബൂഹ എന്ന് പറഞ്ഞ സ്വരത്തിലല്ല വസീനത്ത് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? വാഹനം കയറാനാണ് ഇത് സൃഷ്ടിച്ചു തന്നത്. പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ ചിലർ അത് അലങ്കാരമാക്കി മാറ്റാറുണ്ട്. ഒരാൾക്കൊരു കാറേ വേണ്ടതുള്ളൂ യാത്ര ചെയ്യാൻ, അയാൾക്ക് ഒരു കാറേ വേണ്ടതുള്ളൂ യാത്ര ചെയ്യാൻ. എന്നാൽ അയാളെ വീട്ടുമുറ്റത്ത് 3ഉം 4ഉം അടിപൊളി കാറുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്തിനു? പ്രൗഢിക്ക് വേണ്ടി. വസീനത്തൻ, ഇത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എണ്ണിയത് കാണാം. വാഹനം യാത്ര ചെയ്യുക എന്നതിലുപരി പ്രൗഢിക്കും അന്തസ്സിനും വേണ്ടി വാഹനങ്ങൾ നിർത്തിയിടുക. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ അറബികളുടെ വീട്ടിൽ നിരന്തരം കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണിത്. ഏതാവട്ടെ, എന്നിട്ട് ഖുർആൻ അവിടെ ഒരു പ്രവചനവും കൂടെ കൂട്ടിവെക്കുന്നു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ.
നിങ്ങളറിയാത്ത എത്രയെത്ര വാഹനങ്ങൾ ഇനി അള്ളാഹു പടക്കാൻ പോകുന്നു. അന്ന് പറഞ്ഞു അറബികളോട് വയഖ്ലുഖു മാ ലാ തഅലമൂൻ, ഇന്ന് എന്തെല്ലാം അത്യത്ഭുതകരമായ വാഹനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ അതിൽപ്പെട്ടു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത തരത്തിലുള്ള യന്ത്രക്കപ്പലുകളും അതുപോലെ തന്നെ വിമാനങ്ങളും അതുപോലെ നിരത്തിലോടുന്ന ധാരാളം ആധുനിക വണ്ടികൾ പിൽക്കാലത്ത്, എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള വണ്ടികൾ പിൽക്കാലത്ത് സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വാഹനങ്ങൾ നമ്മുടെ യാത്രാക്ലേശം കുറക്കാനാണ് എന്ന് ആ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം നടന്നു പോകുന്നതിലേറെ അയാൾക്ക് സന്തോഷമായിരിക്കും ബസ്സിന് പോയാൽ, കുറച്ചും കൂടെ നേരത്തെത്താം. എന്നാൽ അതിലും ഏതുണ്ടാകും, യാത്രാക്ലേശങ്ങൾ കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും, തിരക്ക് അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല കണ്ടക്ടറെ കിളിയുടെ ഒക്കെ തട്ടിക്കയറൽ അതൊക്കെ കുറെ കേൾക്കേണ്ടി വരും, കുറെ സഹിക്കേണ്ടി വരും ചുരുക്കത്തിൽ ബസ്സിലായാലും. എന്നാലും നടന്നു പോകുന്ന അത്രയല്ല, കുറച്ചും കൂടെ ചെലവുണ്ട്. നടന്നു പോകാൻ വളരെ സുഖ, ചെലവില്ല. പക്ഷെ അപ്പൊ യാത്രാക്ലേശം കൂടും. കുറച്ച് കുറയുമ്പോഴേക്ക് കുറച്ച് ചെലവ് കൂടി. എന്നാലോ ഒരു വണ്ടി വിളിച്ച് ഓർഡറാക്കി പോവുകയാണെങ്കിലോ കുറെ ആരും തട്ടിക്കേറുന്നൊന്നും കേൾക്കണ്ട, തിരക്കില്ല, താൻ വിചാരിച്ചതുപോലെ സ്വതന്ത്രമായി ആയാസം പോലെ സന്തോഷത്തോടെ അവന് യാത്ര ചെയ്യാം. ഇവന്റെ സ്റ്റോപ്പിൽ തന്നെ നിർത്തിക്കൊടുക്കും, ഇവന്റെ വീട്ടുമുറ്റത്ത് തന്നെ എത്തിക്കും. ഇതൊക്കെ സൗകര്യമാണ്. അങ്ങനെ അങ്ങോട്ട് വരുന്നു. അതൊരു വിമാനയാത്രയാണെങ്കിലോ, പഴയ കാലത്ത് നടന്നുപോയി ഹജ്ജ് ചെയ്തയാളും ഇപ്പൊ വിമാനത്തിൽ പോകുന്നയാളും ആ രണ്ട് യാത്രയെ തുലനം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ വളരെ സുഖകരമാണ് ആ യാത്ര. വളരെ സുഖകരമാകും തോറും സമയം വളരെ ചുരുങ്ങും തോറും പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താൻ കഴിയുമ്പോ അതിനെന്ത് ചെയ്യണം? 2 മാസത്തെ ശമ്പളം തന്നെ നീക്കി വെക്കേണ്ടി വരും. ബസ് പോയി എന്നോ കോഴിക്കോട് പോയി എന്നായി പോയി വരാൻ കഴിയില്ല. 2 മാസത്തെ ശമ്പളം തന്നെ നീക്കി വെക്കേണ്ടി വരും. അതിന് മുമ്പ് ഒരുപാട് യാത്രാ ക്ലിയറൻസുകൾ ശരിയാക്കണം, അധ്വാനമുണ്ട്. അപ്പൊ നേരത്തെ അധ്വാനിച്ച യാത്ര സുഖകരാക്കാന്നാണ് ഞാൻ പറയുന്നത്. സിറാത്ത് പാലത്തിലും ഗതി ഇതാണ്. നേരത്തെ നിസ്കരിച്ച് നോമ്പ് വെച്ച് സ്വതക്ക ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ നേരത്തെ കൊടുത്ത് റെഡിയായി ഒരുങ്ങി നിൽക്കുന്നവർക്ക് അവർക്ക് വിമാനത്ത് പോകുമ്പോൾ അങ്ങോട്ട് പോകാം. അവർക്കൊരു വിഷമം ഉണ്ടാവില്ല. അപ്പൊ ഈ വിഷമം നമ്മൾ ശരിക്കും കണ്ടറിയണം. സിറാത്ത് പാലം അതാണ് പാലം. നമ്മളെ ജീവിതത്തിൽ പല പാലങ്ങളും നമ്മൾ കടന്നു പോന്നിട്ടുണ്ട്, ഇനിയും കടക്കാനുണ്ട്. എന്നാൽ ലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഏറ്റവും വലിയ പാലം, നാം ആ വിഷയത്തിൽ ചിന്തിച്ചു തലമുണ്ടാക്കേണ്ട പാലം ഈ പാലാണ്. അടുത്തോനെ സിറാത്ത് പാലം. അതെങ്ങനെ കടക്കും? അത് കടക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ വരുന്നത് യസ്ആനൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം. നാം ചെയ്ത അമലുകൾ പ്രകാശമായി നമ്മുടെ മുമ്പിലും വലതുഭാഗത്തൊക്കെ ഓടിക്കളിക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വിശ്വാസി കടന്നു പോകുമ്പോ അവന്റെ മുന്നിൽ നല്ല ബൾബുകൾ ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ടാകും, ലൈറ്റുകൾ ഉണ്ടാവും. ബൾബുകൾ ഞാൻ കൂട്ടിച്ചേർത്തതാണ് നമുക്ക് മനസ്സിലാകാൻ. അതുപോലെ തന്നെ വലതുഭാഗത്ത് അവന്റെ സൈഡുകളിലും മുൻഭാഗത്തുമുള്ള ആ ബൾബിന്റെ ലൈറ്റ് കണ്ട് വളരെ സൂക്ഷ്മമായ പാലത്തിൽ വളരെ കൃത്യമായി അടിവെച്ച് മുന്നോട്ട് നീങ്ങുന്നു അവൻ. എന്നാലോ ആ ലൈറ്റ് കുറയും തോറും സ്പീഡ് കുറയും, നടത്തത്തിന് സ്പീഡ് കുറയും, ഓടിക്കിടക്കാൻ കഴിയില്ല. ലളിതങ്ങൾ പറഞ്ഞു, ആ കൂട്ടത്തില് ഒരു സാധുവുണ്ട്. അയാളുടെ അവസ്ഥ എന്താണെന്നറിയോ? അയാൾ ധാരാളം തിന്മകൾ ചെയ്തിട്ടുണ്ട്, നന്മയും അയാൾ ചെയ്തിട്ടുണ്ട്. ആ നന്മ ഒന്ന് മുന്നിലാണ്. ആ കാരണം കൊണ്ട് അയാൾ സ്വർഗത്തിലെത്തണം. പക്ഷേ കുറെ തിന്മകൾ ചെയ്തു എന്ന കാരണം കൊണ്ട് സിറാത്ത് പാലത്തിൽ അള്ളാഹു കുറച്ച് ക്ലേശം അനുഭവിപ്പിക്കുകയാണ്. അയാളുടെ ചെറുവിരലിൽ ഒരു ബൾബ് ഇങ്ങനെ കത്തിക്കെട്ടുകൊണ്ടിരിക്കും. പ്രവാചകൻ പറയാൻ, അത് കത്തുമ്പോ അയാൾ കുറച്ച് നടക്കും, പിന്നെ അങ്ങനെ നിൽക്കാൻ അടുത്ത കത്തലിന് നടക്കാൻ. നിങ്ങൾ കണ്ടില്ലേ, കറണ്ടിന്റെ ടോർച്ച് ഉപയോഗിക്കുമ്പോ അതിലെ ചാർജ് കഴിഞ്ഞാൽ ഒരടി അടിച്ചാൽ പിന്നെ കുറെ നേരം കാത്തിരിക്കണം. എന്നാ അടുത്തടിക്ക് ഒന്നും കൂടെ തെളിയും. ആ തെളിഞ്ഞ ലൈറ്റിൽ കുറച്ചങ്ങ് നടന്നു, പിന്നെ അവിടെ കാത്തിരിക്കാൻ. ഇനി അടുത്തത് വന്നിട്ട് വേണം നടക്കണമെങ്കിൽ. ഇങ്ങനെ പോയി 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 അവസാനം അതാ സ്വർഗം അവനിങ്ങനെ കാണുകയാണ്. അങ്ങനെ കഷ്ടിച്ചു സ്വർഗത്തിലേക്ക് അങ്ങോട്ട് എത്തുന്ന മനുഷ്യന്റെ ആനന്ദത്തിന് അതിരില്ല, പരിധിയില്ല. കുറെ കഷ്ടപ്പെട്ടാണെങ്കിലും എത്തിപ്പെട്ടു. വരുന്ന വഴിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പടച്ചവനെ, ആ വിഭാഗത്തിലെങ്കിലും പെടുത്തി ഈ സാധുക്കളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ആ ലിസ്റ്റിലും കൂടെ ഉൾപ്പെടുത്താതിരിക്കരുത് റഹ്മാനേ. എന്നാലോ
നന്മയും ചെയ്തിട്ടുണ്ട്, തിന്മയും ചെയ്തിട്ടുണ്ട്. ഒരു തിന്മ മുന്നിലാണ്, ഇവൻ നരകത്തിൽ കടക്കേണ്ടവനാണ്. എല്ലാം പാടെ തൂക്കി നോക്കുമ്പോൾ ഒന്ന് മുമ്പിലാണ്, ഇവൻ നരകത്തിൽ കടക്കേണ്ടവനാണ്. കുറെ നന്മകളും ചെയ്തു എന്ന കാരണം കൊണ്ട് ഇവനും ഉണ്ടാവും ഇതുപോലത്തെ ഒരു ലേറ്റ്. ഒപ്പിച്ചൊപ്പിച്ച് നടക്കും. അവസാനം സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നരകത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പ് അടുത്ത കാല് സ്വർഗത്തിലേക്കാണ് എടുത്തു വെക്കുന്നത്. അപ്പോഴാണ് ഈ കലാലീബ് നമ്മൾ നേരത്തെ പറഞ്ഞ കൊളുത്ത് വന്നിട്ട് ഇവന്റെ കാലിന് കൊളുത്തിയിട്ട് നരകത്തിലേക്ക് വലിക്കുന്നത്. മായതല്ലാ, പഠിച്ചോനെ ഞങ്ങളെ കാക്കണേ അല്ലാ, സാധുക്കളാണല്ലാ ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരു നന്മയെങ്കിലും മുമ്പിലെത്തുന്ന ഉത്തമ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ജസ്റ്റ് വിജയം നൽകുന്ന നേടുന്ന ഈ വിഭാഗത്തിലെങ്കിലും ഞങ്ങളെ പെടുത്തി തരണേ റഹ്മാനെ. ഇത് നല്ല ബേജാറുള്ള കാര്യമാണ്. സിറാത്ത് പാലം കടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ ഇതാണ് എന്നിട്ട് പറയുന്നു യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്. അന്ന് മുനാഫിക്കുകളും മുനാഫിക്കാത്തുകളും പറയും, ഏത് മുഅ്മിനീങ്ങൾ ഇങ്ങനെ കടന്നുപോകൂലേ, അപ്പൊ അമലില്ലാത്ത കക്ഷി ഞാനും മാപ്പിളയാണ് എന്ന് പറഞ്ഞു. ഒരു ഈമാനിന്റെ ഒരു സ്വഭാവവും അവന്റെ ശരീരത്തിൽ അവന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനും മുസ്ലിം പെണ്ണാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവൾ തലമറച്ചിട്ടില്ല, അവൾ മാറുമറച്ചിട്ടില്ല. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതിയിട്ടില്ല. ആ ചെറുപ്പക്കാരൻ ഞെരിയാണിയുടെ മുകളിൽ പാൻസോരിക്കാൻ ശ്രമിച്ചിട്ടില്ല, തുണി പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് മാത്രം എപ്പോഴും അവൻ അശ്ലീല ഗാനങ്ങളും ചിത്രങ്ങളും അശ്ലീലതയുമായി കഴിഞ്ഞുകൂടുകയാണ്. ഇവനെപ്പോഴും ക്ലബ്ബുകളും അതുപോലെ തന്നെ അശ്ലീല കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ അവിടെ ഉണ്ടാകും. അവനിതാ നല്ല നിലയ്ക്ക് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഇവൻ കളിയാക്കിയിരുന്ന മുഅ്മിനീങ്ങൾ അവർ കടന്നു പോകുമ്പോൾ അവരെ വിളിക്കും, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്. ഞാനും മാപ്പിളയാണെന്ന് പറഞ്ഞ് കാപട്യം പേറി നടന്നിരുന്ന മരിക്കണമെന്ന് പറയുമ്പോ സിറാത്ത് പാലം വരും, മോനെ പാലം കടക്കണമെന്ന ബോധമില്ലേ എന്ന് ചോദിക്കുമ്പോ എന്ത് പാലം, അതൊക്കെ മരിച്ചിട്ടല്ലേ, ദുനിയാവ് സ്വർഗമാക്കണമെന്നല്ലാതെ എന്തു എന്ന് ചോദിച്ചവൻ അവൻ അവിടെ വെച്ച് മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഓടിക്കടക്കുന്നത് കാണുമ്പോ അവൻ പറയും, എടോ എന്റെ അയൽക്കാരനാ നടന്നു പോകുന്നത്, ജഅഫറുണ്ട് പോകുന്നു, ഞാൻ കാണുന്നു, ഞാൻ പിന്നിലാണ്, ഇവരൊക്കെ കടന്നിട്ടേ എനിക്ക് കടക്കാൻ അവസരമുള്ളൂ. അപ്പൊ ഞാൻ വിളിക്കാണ്, മോനെ ജഅഫറേ ഉംദുറൂനാ, എന്റെ ജ്യേഷ്ഠന്മാരുണ്ട്, എന്റെ അനുജന്മാരുണ്ട്, എന്റെ ഉസ്താദുമാരുണ്ട്, കടന്നു പോകുന്നു. ഞാൻ വിളിക്കുന്നു, ഉംദുറൂന, നമ്മളെ ഒന്ന് വെയിറ്റ് ചെയ്യോ, നമ്മളെ ഒന്ന് കാത്തു നിൽക്കോ, നിങ്ങളെ ലൈറ്റ് കണ്ട് നിങ്ങളെ പ്രകാശം കണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോരാനാ, ഞങ്ങൾക്ക് കൂരിരുട്ടാൻ ഈ പാലം കടക്കാൻ കഴിയുന്നില്ല. അങ്ങകലെ നമ്മൾ അങ്ങാടിയിൽ വന്ന് വണ്ടി ഇറങ്ങി, അർദ്ധരാത്രിയാൻ, ലാസ്റ്റ് ബസ്സിന് വന്നു, ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ഒരു മെഴുകുതിരി പോലും കയ്യിലില്ല. എന്താ ചെയ്യാം എന്ന് കരുതി നമ്മൾ ബേജാറായി സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുമ്പോഴാണ് നമുക്ക് പോകേണ്ട ഇടവഴിയിലൂടെ ഏകദേശം നമ്മുടെ വീട്ടിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഒരാൾ ടോർച്ച് അടിച്ച് പോകുന്നു. നമ്മൾ വിളിക്കുന്നു, കൈയടിച്ചു, എടാ സുഹൃത്തെ സുഹൃത്തെ ഒന്ന് സഹകരിക്കുന്നു, നീട്ടിയടിക്ക്. അവൻ അതേ രൂപത്തിൽ നമ്മളോട് സഹകരിക്കുമ്പോൾ നമുക്ക് ലൈറ്റ് തെളിയിച്ചു തരുമ്പോ നമ്മളാ ലൈറ്റും കണ്ട് നമ്മളങ്ങനെ നടന്നു പോവുകയാണ്. നമുക്ക് സുഖമായി ലക്ഷ്യത്തിലെത്താം, ഭീതിയില്ല, അപകടങ്ങളില്ല. ഇങ്ങനെ സിറാത്ത് പാലത്തിൽ നിന്ന് വിളിക്കുമ്പം ദാ ഇവിടെ തിരിഞ്ഞു നോക്കിയവരൊന്നും തിരിഞ്ഞു നോക്കില്ല, തിരിച്ചു ലൈറ്റ് അടിച്ചു തരില്ല. കാരണം ഓരോരുത്തരും അവനവന്റെ കാര്യത്തിൽ ബേജാറിലാണ്. അപ്പൊ ഇവർക്ക് മറുപടി കിട്ടുകയാണ്, നിങ്ങൾ നിങ്ങളെ പിന്നാലെ പോയി നോക്ക്, അങ്ങോട്ട് മടങ്ങിച്ചെല്ല്, ഞങ്ങളെ കൂടെ ഓടണ്ട, ഞങ്ങൾക്ക് കഷ്ടിച്ച് രക്ഷപ്പെടാനുള്ളതേ ഉള്ളൂ. ഇർജിഉ വറാഅക്കും, പിന്നാലെ പോയി നോക്ക്. ലൈറ്റ് വിതരണം ചെയ്യുന്ന കൗണ്ടർ അവിടെയുണ്ട്, ഞങ്ങൾക്ക് ലൈറ്റ് തന്നത് അവിടെ നിന്നാണ്, അവിടെ ചെന്ന് ലൈറ്റ് ചോദിച്ചോ എന്ന് പറയുമ്പോഴേക്ക് അതോട് കൂടെ ഈ രണ്ടു വിഭാഗത്തിന്റെ ഇടയിലും ശക്തമായ ഒരു കർട്ടൻ വീണ് കഴിഞ്ഞു, ഒരു ചുമര് സ്ഥാപിച്ചു കഴിഞ്ഞു. സുഹൃത്തെ, ഏറ്റവും ചുരുങ്ങിയത് കളിയാക്കാൻ പോകണ്ട, അത് നമുക്ക് അപകടം ചെയ്യും. അതിൽ നിന്ന് മാറി നിൽക്ക്. എന്നിട്ട് നീയും ഒരു താടി വെക്കാൻ നോക്ക്, നീയും റസൂലുള്ളാഹിയുടെ സുന്നത്തെടുക്കാൻ നോക്ക്. പരമാവധി അമലുകൾ ചെയ്ത് സിറാത്ത് പാലം കടക്കാനുള്ള വകുപ്പുണ്ടാക്കി വെച്ച ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരികളോട് പറയട്ടെ,
ഈ അടിപൊളിയൊന്നും ഉണ്ടാകില്ല കേട്ടോ. സിറാത്ത് പാലത്തിൽ വലയും, ശരിക്കും വലയും. അതുകൊണ്ട് ശരിക്കും ചിന്തിച്ചോ, ഇവിടുന്ന് തന്നെ ചിന്തിച്ചോ. അപ്പൊ ഇവര് വിളിക്കാണ്, ഇഹൻ വീണു, മറ വീണു, കാണുന്നില്ല. അപ്പൊ മറയുടെ അപ്പുറത്തേക്ക് അതാ ഒരു നീണ്ട വിളി, യുനാദൂനഹും അലം നകും മഅകും. ഇവരവരെ വിളിക്കും, എടോ ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ, നമ്മൾ ഒരേ ഭൂമിയിലായിരുന്നില്ലേ, രണ്ടുപേരും വീട് വെച്ചത്, ഞാനും നീയും അയൽക്കാരനായിരുന്നില്ലേ, അല്ലെങ്കിൽ ഒരേ കൊടി പിടിച്ചവരായിരുന്നില്ലേ നമ്മൾ, ഒരേ സംഘടനയിൽ പ്രവർത്തിച്ചവരായിരുന്നില്ലേ നമ്മൾ, എന്താ നീ എന്നെ ബൈത്തുചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ മറുപടി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാലൂ ബല, അവർ പറയും അതൊക്കെ ശരിയാ, നമ്മൾ ഒരു സംഘടനയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, ഒരു കുടുംബത്തിലാണ്, ജ്യേഷ്ഠനാണ്, അനുജനാണ്, ഉമ്മയാണ്, ഉപ്പയാണ്. ഓർമ്മയില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറതുകുമുൽ അമാനി. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കുഴപ്പത്തിലാക്കിയത്. ഞങ്ങളെ കുറ്റം പറയേണ്ട. നിങ്ങളെ സ്വയം വഞ്ചിച്ചു. നിങ്ങളെന്തൊക്കെയോ പ്രതീക്ഷകൾ അർപ്പിച്ചു. ആരൊക്കെയോ നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതി. നിങ്ങൾ അമരു ചെയ്തില്ല. വരുമ്പോലെ വരുമെന്ന് നിങ്ങൾ കരുതി. നിങ്ങൾ കണ്ടതുപോലെ ജീവിച്ചു. വഗറതുകും വർതബ്തും, നിങ്ങൾക്ക് വല്ലാത്ത സംശയമായിരുന്നു. സിറാത്ത് പാലം അതിന്റെ രൂപം പറയുമ്പോ അതിപ്പോ എങ്ങനെയാ, ഖബർ വികസിക്കും എന്ന് പറയുമ്പോ അതെങ്ങനെയാ, എല്ലാം നിനക്ക് സംശയമായിരുന്നു. വഗറതുകുമുൽ അമാനി, ഭൂമിയിലെ അഭിലാഷങ്ങൾ നിന്നെ വഞ്ചിച്ചു കളഞ്ഞു. വഗറതുകുമുൽ അമാനി, ഭൂമി സുഖലോക സ്വർഗമാക്കണം. അപ്പം തട്ടിപ്പും വെട്ടിപ്പും നടത്താതെ നടക്കില്ല. അപ്പോൾ പലപ്പോഴും മറ്റൊരുത്തനെ കൊല ചെയ്യുക വരെ ചെയ്തു. മറ്റൊരുത്തന്റെ അഭിമാനം നിനക്ക് പ്രശ്നമായില്ല. ഭൂമിയിൽ നീ അടിച്ചു പൊളിച്ചപ്പോ ഭൂമിയിലെ താൽപര്യങ്ങൾ നിന്നെ വഞ്ചിച്ചു മോനെ മോളെ. വഗറതുകുമുൽ അമാനിയു ഹത്താ ജാ അംറുല്ലാഹ്, പടച്ച റബ്ബിന്റെ കൽപ്പന വരുന്നത് വരെ. അപ്പോഴാ ഖിയാമത്ത് നാളുണ്ടായത്, അപ്പോഴാ നീ മരിച്ചത്, പിന്നെ പുനരുത്ഥാനം കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് നേരം വെളുത്തത്, എപ്പോഴാണ് എനിക്ക് നേരം പുലരുന്നത്. ഇനി നേരം വെളുത്തിട്ട് കാര്യമില്ല മോനെ, അന്ന് നോക്കേണ്ടിയിരുന്നു. അതാണ് അപ്പുറത്ത് നമുക്ക് കിട്ടുന്ന മറുപടി. അള്ളാഹു അപ്പുറത്ത് പോയി അത് പറയുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇപ്പുറത്ത് നിന്ന് ആ മറുപടി കേട്ട് വലയുന്നവരിൽ, സങ്കടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഇത് വിഷമുള്ള കാര്യം. ഇതാണ് ഇപ്പൊ സിറാത്ത് പാലത്തിന്റെ ചെറിയൊരു ചിത്രം. ഇനി ഹദീസുകളിലേക്ക് ഇറങ്ങാൻ ധാരാളം പറയാനുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവർക്ക് എത്തിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. വകസ്സിറാത്തി വകൽ മീസാനി മഅദിലതൻ വകൽ മീസാനി മഅദില. നീതിയുടെ വിഷയത്തിൽ ഖുർആൻ സിറാത്ത് പോലെയും അതുപോലെ മഅദില മീസാൻ പോലെയുമാണ്. നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ് പോലെയുമാണ് കേട്ടോ. നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ് പോലെയാണ്. അതാണ് ഞാൻ നേരത്തെ ഓതിയത്. അമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. സൽക്കർമ്മങ്ങൾ മുന്നോട്ട് നിന്നാൽ അവന് സന്തുഷ്ടമായ ജീവിതത്തിലാണ്. സൽക്കർമ്മങ്ങൾ പിന്നോട്ടാണ്, സൽക്കർമ്മങ്ങൾ കനം കുറവാണ്, ദുഷ്കർമ്മങ്ങളാണ് കൂടുതലെങ്കിൽ അവൻ നരകത്തിലുമാണ്. അവനെ താലോലിക്കാനും ലാളിക്കാനും ഉമ്മ വെക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള ഉമ്മ അത് നരകമാണ്. സഹിച്ചുകൂടാ. നരകത്തിലെ തീയുകൊണ്ടുള്ള തലോടൽ നമുക്ക് സഹിച്ചുകൂടാ. ആ ഉമ്മ വെപ്പ് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. റബ്ബേ, ഞങ്ങളെ നീ സലാമത്താക്കണേ പടച്ചോനെ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ മടിയില് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തലവെച്ച് ഇങ്ങനെ ഉറങ്ങാണ്. തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ മടിയിൽ തലയും വെച്ചുറങ്ങുന്ന സമയത്ത് നബിതങ്ങളതാ നിദ്രയിലേക്ക് ആണ്ടു. നബിതങ്ങൾ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ മടിയിൽ കിടക്കുന്ന പ്രിയതമൻ ഇത്രമാത്രം അല്ലേ, ഖമറിനെ പോലും വെല്ലുന്നയാളാണ്. ഖമറിനെ പോലും വെല്ലുന്നയാളാണ്. ഒരു വേള സൂര്യനെ പോലെയാണ് എന്ന് ഇമാം ബൂസീരി വിശേഷിപ്പിച്ച മഹാനാണ്. നല്ല സുന്ദരനായ തന്റെ ഭർത്താവ്, സൽസ്വഭാവിയായ ഭർത്താവ്, എല്ലാം തികഞ്ഞ ഭർത്താവ്. ആ ഭർത്താവ് മടിയിലിങ്ങനെ കിടക്കുമ്പോ ഭർത്താവിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കിയിരിക്കുമ്പം അറിയാതെ
അതാ എന്തെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിക്കണം. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം സന്തോഷങ്ങളായിരിക്കും. ആ ഭർത്താവ് നിങ്ങളെ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ, അതും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഭർത്താവ്. ഏത് ഭർത്താക്കന്മാരെടുത്താലും അവരൊക്കെ നിങ്ങളുടെ ഭർത്താവിന്റെ പിന്നിലാണ്. ഇങ്ങനെ ഒരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ തണ്ടെത്രയായിരിക്കും, നിങ്ങളുടെ ഹുങ്കെത്രയായിരിക്കും. ദാ ആയിഷ ബീവി ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ആയിഷ ബീവിയുടെ കണ്ണിൽ നിന്ന് ചൂടുള്ള കണ്ണുനീര് ഹബീബ് മുഹമ്മദ് മുസ്തഫായുടെ പൂമുഖത്തങ്ങ് വീണു. വീണപ്പം നബിതങ്ങൾ കണ്ണീരിന്റെ നനവ് തട്ടിയിട്ട് ഉണർന്നു. നബിതങ്ങൾ ചൂടുള്ള കണ്ണീര് തട്ടി. നബിതങ്ങൾ ഇങ്ങുണർന്നിട്ട് ചോദിച്ചു, മാ യുബുക്കീകി ആയിഷ, ആയിഷോ നീ എന്തിനാ കരയുന്നത് ആയിഷോ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ചോദിച്ചു, എന്തിനാ ആയിഷ നീ കരയുന്നത്? എന്താ ഇങ്ങനെ കരയേണ്ട ആവശ്യമുണ്ടായത്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയാണ്, ഖാലത്ത് സകർതു നാറ ഫബക്കൈതി. നബിയേ, നിങ്ങൾ എന്റെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പം ഞാൻ നരകത്തെ കുറിച്ച് ഓർത്തുപോയി. അപ്പോൾ ഞാൻ അറിയാതെ അനിയന്ത്രിതമായി കരഞ്ഞുപോയതാ ഹബീബേ, അറിയാതെ അങ്ങ് കരഞ്ഞുപോയി നബിയേ. ഞാനിങ്ങനെ കിടക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ കിടക്കുമ്പോ നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് എന്നെ പഠിപ്പിച്ച നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് നരകത്തെക്കുറിച്ച് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ കരഞ്ഞു. കരയാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാനിങ്ങനെ ആലോചിച്ചു, പടത്തോനെ സുറാത്ത് പാലം കിടക്കുന്ന സമയത്ത്, നരക സ്വർഗ വിഭജനം നടക്കുന്ന സമയത്ത്, പടത്തോനെ എന്റെ ഹബീബ് ഇതാ ഇന്ന് എനിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ഹബീബിനോട് പറയാം, എനിക്കതിന് പരിഹാരം ഉറപ്പാണ്. പക്ഷേ നാളെ പരലോകത്ത് വെച്ച് ഹബീബ് എന്നെ തിരിഞ്ഞു നോക്കുവോ ആവോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോ അറിയാതെ അങ്ങ് കരഞ്ഞുപോയതാ നബിയെ. ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഓർക്കുമോ നബിയെ? എന്നെയും അതുപോലെ ബാക്കിയുള്ള ഭാര്യമാരെയൊക്കെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഓർക്കുവോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ശരിയാണ് ആയിഷ, ഞാൻ നിങ്ങൾ ഓർക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഞാൻ എന്റെ ഉമ്മത്തിനെ ഓർക്കും, എന്റെ കുടുംബത്തെ ഓർക്കും, ഓർക്കാതിരിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അമ്മാ ഫീ സലാസതി മവാത്തിന ഫലാ യദ്കുറു അഹദുൻ അഹദാ. 3 പോസ്റ്റുകളിൽ ആരെയും ഓർക്കില്ല കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോ, 3 ഘട്ടങ്ങളിൽ ആരെയും ഓർക്കില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ബേജാറില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാൻ വേണ്ടിയാ റസൂലുള്ള ഈ രൂപത്തിൽ ഉത്ബോധിപ്പിക്കുന്നത്. 3 സ്ഥലത്ത് ഒരാളുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കില്ല. മറ്റുള്ളവരുടെയും കൂടെ കാര്യം ഉൾപ്പെടുത്തി പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒന്ന്, നന്മ തിന്മയുടെ തൂക്കം നിർണയിക്കുന്നിടത്ത്, തുലാസിന്റെ അടുത്ത്, വക്കസ്സിറാത്തി വക്കൽ മീസാനി മഅ്ദിലതൻ. നോക്കിക്കോ തുലാസിന്റെ രീതി. ആ തുലാസിന്റെ അടുത്ത് ഒരൊറ്റ കുട്ടിക്കും ഒരു കുട്ടിയെയും ഓർമ്മയുണ്ടാവില്ല. ഹത്താ യഅലമ അയഖിഫു മീസാനുഹു അം യസ്ഖുൽ. തന്റെ മീസാന് ഭാരം കൂടോ കുറയോ എന്നറിഞ്ഞിട്ടേ അവന് മറ്റുള്ളവരെ കുറിച്ച് ഓർമ്മ വരുള്ളൂ. നീ രക്ഷപ്പെട്ടിട്ടുണ്ട്, നിന്റെ അമല് സാലിഹാത്ത് മുമ്പിലാണ് എന്ന വിവരം കിട്ടുമ്പോഴേ അവന് കുടുംബത്തെ കുറിച്ച് ഓർമ്മ വരും. വഇൻദൽ കിതാബ്, മറ്റൊന്ന് കർമ്മരേഖ വിതരണം ചെയ്യുന്നിടത്ത്, കിതാബ് കൊടുക്കുന്നിടത്ത്, ഹത്താ യഅലമ അയ്ന യഖഉ കിതാബുഹു, എവിടെയാണ് എന്റെ കിതാബ് പതിക്കുക, അഫീ യമീനിഹി അം ഫീ ശിമാലിഹി, എന്റെ വലത്തേ കയ്യിലോ കിട്ട ഇടത്തേ കയ്യിലോ കിട്ട. വലത്തേ കയ്യിൽ കിട്ടിയാൽ എനിക്കാണ് സന്തോഷം, ഇടത്തേ കയ്യിൽ കിട്ടിയാൽ എന്നെ പോലെ വലഞ്ഞവനുമില്ല. ഒരുത്തോനെ ഏത് കിതാബിലാ ഏത് കയ്യിലാ കിട്ടാന്നറിയില്ല. അപ്പോഴാ വലത്തേ കയ്യിൽ കിട്ടിയത്. പിന്നെ അവൻ ഓർക്കും, എന്റെ മക്കൾ എന്തായിട്ടുണ്ടാവും, എന്റെ ഉമ്മ എന്തായിട്ടുണ്ടാകും, എന്റെ ഭാര്യ എന്തായിട്ടുണ്ടാകും, എന്റെ ജ്യേഷ്ഠൻ എന്തായിട്ടുണ്ടാകും, എന്റെ സുഹൃത്ത് എന്തായിട്ടുണ്ടാകും. അതൊക്കെ പിന്നെയാ ഓർക്കുക, അതുവരെ ഓർമ്മ വരില്ല. അതുപോലെ സിറാത്ത് പാലം കടക്കുമ്പോഴും ഓർമ്മ വരില്ല. ഇദാ ബുലിയ ബൈന ബഹ്റൈ ജഹന്നം, നരകത്തിന്റെ 2 അറ്റങ്ങൾക്കിടയിൽ ആ സിറാത്ത് പാലം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതങ്ങ് സലാമത്തായിട്ടേ ഓർമ്മ വരൂ. സിറാത്ത് പാലം കിടക്കുന്ന സമയത്ത് പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അവിടെ കാത്തിരിക്കും. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, അല്ലാഹുമ്മ സല്ലിം സല്ലിം സല്ലിം. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു
ആ ഹബീബിന് വേണ്ടി ഗ്ലാസ് എടുത്തു. ആ ഹബീബിന്റെ ഗ്ലാസ് കഴുകി വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അവിടുത്തെ മുണ്ടലക്കി കൊടുത്തു. ഹബീബിന് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു. ദീർഘകാലം തിരുസദസ്സിലെ ഹബീബിന്റെ സദസ്സിലെ ഓഫീസ് ബോയിയായി കഴിയാൻ ഭാഗ്യം കിട്ടിയ മഹാഭാഗ്യവാനാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി തങ്ങളോട് പറഞ്ഞു, നീണ്ട 10 വർഷക്കാലം നിന്നിട്ട് എന്നൊരു വാക്കുപോലും ഹബീബിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അനസ് പറയുന്നു, ഞാനൊരു ദിവസം പറഞ്ഞു, നബിയേ, നാളെ പരലോകത്ത് ഞാൻ വരുമ്പോഴേ എന്റെ കയ്യിൽ അമലൊന്നുമില്ലാതെ വലയുമ്പം അന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ നബിയേ. അത് ഞാൻ ചെയ്തോളാം അനസേ, നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. കാല മഹാനവറുകൾ ചോദിക്കാണ്, കുൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫൈന തുലുബുക, പറഞ്ഞു തന്നാല്. കാരണം എന്താ, ഒരു പ്രതിസന്ധി ഘട്ടമാണിത്. എവിടെയോ അല്ല, നിങ്ങളറിയാത്ത സ്ഥലത്ത്, ജിദ്ദ എയർപോർട്ടിൽ ആദ്യമായിട്ട് ജിദ്ദയിൽ പോകുന്ന ആളെന്ന് കൂട്ടിക്കോ. നീ ചെന്നിറങ്ങുമ്പം ആരാണ് അവിടെ ഉണ്ടാവുക, എന്നെ സ്വീകരിക്കാനുണ്ടാവുക? പുറത്തേക്കിറങ്ങിയാൽ എനിക്കറിയാത്ത ലോകം, ആരുമില്ല. ആ സമയത്തിന്റെ ക്ലിയറൻസുകൾ വേണ്ടത്ര കറക്റ്റും കൂടെ അല്ലെങ്കിൽ ബേജാറ് കൂടും. കാരണം പൊക്കിക്കളയോ എന്നുള്ള പേടിയുണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് തന്നെ ആള് റെഡിയാക്കുകയാണ്. ഒരാൾ പറഞ്ഞു, നീ ഒരു പേടിയും പേടിക്കേണ്ട, ഞാൻ അവിടെ ഉണ്ടാകും. എയർപോർട്ടിന്റെ പുറത്ത് ഞാൻ കാത്തു നിൽക്കാം. നമ്മൾ ചോദിക്കുന്നു, നീ എവിടെ ഉണ്ടാകുക, ആ സ്ഥലം ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ അവൻ കൃത്യമായി പറയുന്നു, ഇന്ന റിസപ്ഷന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വല്ലാത്തൊരു സമാധാനമാണ്. നമ്മൾ നേരെ ചെല്ലുമ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്ന അവനെ കാണും എന്തൊരു സന്തോഷാണ്. അപ്പോ വല്ലാതെ വലയുന്ന ലോകത്ത് ഞാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഏൽപ്പിക്കുമ്പോ അനസ് വിടുന്നില്ല. അനസ് റളിയല്ലാഹുവിന് ചോദിക്കാൻ, നബിയെ, അഥവാ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ അന്വേഷിക്കണം നിങ്ങളെ? ഐന അത്ലുബുക യാ റസൂലല്ലാഹ്? ഖാല ഉത്ലുബ്നി അവ്വല മാ തത്ലുബ്നി അല സിറാത്ത്. നീ അന്വേഷിക്കുമ്പോ ആദ്യമായിട്ട് നീ അന്വേഷിക്കേണ്ടത് സിറാത്ത് പാലത്തിന്റെ അടുത്താണ്. അവിടെ ഞാൻ ഇല്ലാതിരിക്കില്ല. എന്റെ ഉമ്മത്ത് കടന്നു പോകുമ്പോ ഞാൻ സിറാത്ത് പാലത്തിന്റെ അടുത്തുണ്ടാകും. ആദ്യം നീ അന്വേഷിക്കേണ്ടത് സിറാത്ത് പാലത്തിലാണ്. ഞാൻ വിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഖുൽതു, ഞാൻ ചോദിച്ചു, ഫഇല്ലം അൽഖക അല സിറാത്ത് ഫൈന അസ്ലുബുക യാ റസൂലല്ലാഹ്? അഥവാ പാവപ്പെട്ട അനസിന് സിറാത്തിന്റെ അടുത്ത് നിങ്ങളെ കിട്ടിയില്ലെങ്കിലോ? ഖാല, നബി പറഞ്ഞു, ഫത്ലുബ്നി ഇൻദൽ മീസാൻ, എന്നാ പിന്നെ മീസാൻ, അമലുകൾ, നന്മ തിന്മകൾ തൂക്കുന്നിടത്ത് നിനക്ക് എന്നെ കാണാൻ കഴിയും. ഖുൽതു ഫഇല്ലം അൽഖക ഇൻദൽ മീസാൻ, അവിടെയും അഥവാ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഖാല ഫത്ലുബ്നി ഇൻദൽ ഹൗദുൽ കൗസറിന്റെ അടുത്ത് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന, വല്ലാതെ വിഷമിക്കുന്ന എന്റെ കൂട്ടുകാർക്ക് ആ തീർത്ഥജലം കോരിക്കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ കാത്തിരിക്കും. ഹൗദുൽ കൗസറിന്റെ മുമ്പില് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ഹബീബുന വസയ്യിദുനാ